ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കോട്ടണിലും മറ്റും ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ കരകൗശല വസ്തുക്കൾ. നമ്മുടെ നമ്മുടെ നാട്ടിൽ നിന്നും പുറം രാജ്യങ്ങളിൽ ഇപ്പോൾ സോഫ കവർ അല്ലെങ്കിൽ പില്ലോ കവർ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ബൊമ്മകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇന്ത്യയിൽ വളരെ കളർഫുൾ ആയിട്ട് രാജസ്ഥാൻ ഭാഗത്തും ഡൽഹി ഭാഗത്തും എല്ലാം ഉണ്ടാക്കുന്നത് നമുക്കറിയാം. ഇതെല്ലാം തന്നെ നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിൽ വലിയ വിലയിൽ, വലിയ മാർജിനിൽ നമുക്ക് വിറ്റ് തീർക്കാൻ പറ്റും. വലിയൊരു സാധ്യതയാണ് അതിൻ്റെ അകത്തുള്ളത്. അതിനോടൊപ്പം തന്നെ മറ്റ് കരകൗശല വസ്തുക്കൾ, ഹാൻഡിക്രാഫ്റ്റ്സിൽ വളരെ കാലമായിട്ട് ഇന്ത്യ വലിയ ഒരു നേട്ടമുണ്ട്. ഇപ്പൊ ആഗ്രയിൽ നിന്നും സോഫ്റ്റ് മാർബിളിൽ ഉണ്ടാക്കുന്ന അണ്ടർകട്ടുകൾ, ഓണക്സ് പോലെയുള്ള നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സ്റ്റോണുകളിൽ ഉണ്ടാക്കുന്നത്, പിന്നെ പേപ്പിയർ മെഷ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് നമ്മൾ കാശ്മീരിൽ നിന്നും ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ ബോക്സുകൾ, ജ്വല്ലറി ഇട്ട് വെക്കുന്ന ബോക്സുകൾ, പിന്നെ കാശ്മീരിൽ നിന്നുണ്ടാക്കുന്ന കാർപ്പറ്റുകൾ, അതുപോലെ വേറെ ഹാൻഡിക്രാഫ്റ്റ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നത് ശീശമുഡില്, മുസാഫർ നഗർ അങ്ങനെയുള്ള ഏരിയയിൽ UP-യിലൊക്കെ ഉണ്ടാക്കപ്പെടുന്ന സാധനങ്ങൾ. ഇതെല്ലാം തുടങ്ങി ബുദ്ധരെ പോലെയുള്ള ആൾക്കാരുടെ വിഗ്രഹങ്ങൾ, ശിലകൾ, ഇന്ത്യയിലെ ഡെക്കറേഷന് വേണ്ടിയുള്ള സാധനങ്ങൾ അടക്കം കരകൗശല വസ്തുക്കളുടെ ഒരു കടലാണ് ഇന്ത്യയിലെന്ന് ഞാൻ പറയാം. ഇന്ത്യയിൽ ആഗ്രയിൽ തന്നെ ആഗ്ര ജയിലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഷോറൂം ഉണ്ട്. വളരെ കാലമായിട്ട് ഞാൻ അവിടെ നിന്ന് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ജയിലിലെ ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് പല തരത്തിലുള്ള കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി വിപണിയിൽ എത്തിക്കുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ട്. അതുപോലെ നമ്മളിപ്പോ ആഗ്രയിൽ തന്നെ നോക്കിയാൽ ഈ അണ്ടർകട്ട് എന്ന് പറയുന്നത് ഒരു ആനയുടെ അകത്ത് വേറൊരു ആനയെ കുത്തിവെക്കുക എന്നൊക്കെ പറഞ്ഞ് വളരെ മാജിക്കൽ ആയിട്ടുള്ള പല സാധനങ്ങളും, നല്ല ഭയങ്കര രസമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ താജ്മഹലിനെ തന്നെ ഉണ്ടാക്കി വെക്കുക. പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ഈ മാർബിൾ കട്ട് ചെയ്തെടുത്തിട്ട് ചെസ് ബോർഡുകൾ ഉണ്ടാക്കി വെക്കുന്ന ചെറിയ ചെസ് ബോർഡുകൾ, ഇങ്ങനെയുള്ള മാർബിളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ആഗ്രയിൽ നടക്കുന്നുണ്ട്. ഇതുപോലെ രാജസ്ഥാനിലായാലും പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള കരകൗശല വസ്തുക്കളുണ്ട്. ആ വസ്തുക്കൾക്കെല്ലാം അന്താരാഷ്ട്ര വിപണിയിൽ വലിയ മാർക്കറ്റുണ്ട്, സാധ്യതയുണ്ട്. അതിന് വളരെ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നിന്നുള്ള ഒരു എക്സ്പോർട്ടറിന് പെട്ടെന്ന് ഓർഡർ കിട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രധാനമായിട്ടും ഇതിനെക്കുറിച്ച് കൂടി പറയേണ്ടി വരും.